കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും പ്രാരംഭത്തിൽ അറിയിക്കുകയാണ്. ഇന്ന് പകൽ നമുക്ക് ദിവസത്തിലായിരിക്കാൻ ലഭിച്ച ഈ വലിയ സമയത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് 8 ആഴ്ചകളായി നാം റോമാലേഖനത്തിൽ നിന്റെ പ്രാരംഭ ഭാഗങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 1-2 വാക്യം, ഈ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ അതിൻ്റെ ഒരു എഴുത്തിൻ്റെ പ്രാരംഭ രൂപം നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു, പഠിക്കുവാനായിട്ട് തീർന്നു. 3-ാം വാക്യം വരെ നാം പഠിച്ചു. അതിൻ്റെ ആരംഭത്തിൽ നമുക്ക് മനസ്സിലായി പൗലോസ്, ഈ ലേഖനം എഴുതിയ പൗലോസ് ആരാണെന്നും താൻ തന്നെ വിശേഷിപ്പിക്കുന്നത് താൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്തതും താൻ നേരിട്ട് മുന്നേ സന്ദർശിച്ചിട്ടുമില്ലാത്തതായ ഒരു സഭയ്ക്ക്, താൻ സ്ഥാപിച്ചിട്ടില്ലാത്തതായ ഒരു സഭയ്ക്ക് തന്നെ പരിചയപ്പെടുത്തിയത് എങ്ങനെയെന്നും നാം അന്ന് കഴിഞ്ഞ ദിവസം ധ്യാനിച്ചു. താൻ ആരാണെന്ന് പ്രത്യേക ആ വാക്ക്, ഡുലോസ് എന്ന വാക്ക് നിങ്ങളുടെ ഉള്ളത്തിൽ പതിഞ്ഞിരിക്കണം. എന്ന് പറഞ്ഞാൽ ദാസൻ, അടിമ, യേശുക്രിസ്തുവിന്റെ അടിമ എന്ന് താൻ തന്നെ സ്വയം വിശേഷിപ്പിക്കുന്നത് എല്ലാവരും തിരിച്ചറിയുവാൻ ഇടയായി തീരട്ടെ. അത് മനസ്സിനുള്ളിൽ പതിക്കണം. എങ്കിലേ നമുക്ക് പല കാര്യങ്ങളിലും ജയമെടുക്കുവാൻ കഴിയും. 2, ആർക്കാണ് എഴുതിയത്, ആരാണ് എഴുത്ത് വായിക്കുന്നത് എന്ന് അതിൻ്റെ 3-ാം വാക്യത്തിൽ നാം കഴിഞ്ഞത് അതുവരെയാണ് നാം ധ്യാനിച്ചത്. ആമേൻ, റോമിലുള്ള വിളിക്കപ്പെട്ട ആമേൻ വിശുദ്ധന്മാരും ദൈവമക്കളുമായവർക്കാണ് ഈ ലേഖനം എഴുതുക, ഈ വായനക്കാർ എന്ന് നാം കാണുവാനായിട്ട് ഇടയാത്തുള്ളൂ. ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത് ആദ്യം സമയമനുസരിച്ച് മുന്നോട്ട് പോകണം. എന്നാൽ ആരംഭത്തിൽ അതിൻ്റെ വന്ദനം നമുക്ക് എഴുതുമ്പോൾ, നമ്മളൊരു ലെറ്റർ എഴുതുമ്പോൾ, ഒരു കത്തൊരാൾക്ക് ഇപ്പോൾ കത്തെഴുത്തില്ലല്ലോ, പണ്ട് കത്തെഴുതുമ്പോൾ പറയും ഇന്ന ആള് വായിച്ചറിയുവാൻ ഇന്ന ആള് എഴുതുന്നത് എന്നിട്ട് പറഞ്ഞ് നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ കത്തിൻ്റെ പാറ്റേൺ അതാണ്. സുഖമുണ്ടോന്നും നമുക്കറിയില്ല, എങ്കിലും അതന്നെ അത് ഗ്രീറ്റിംഗ് അങ്ങനെയാണ് എഴുതുന്നത്. അതേപോലെ ഒരു വന്ദനം ഇവിടെ പറയാം. ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിൽ പൗലോസ് പറഞ്ഞ വാക്കാണ് 4-ാമത്തെ വാക്ക്, എഴുതിയ വാക്കാണ് 4-ാമത്തേത്. 4-ാം വാക്യം ഒന്നോർക്കെ വായിക്കാം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. പുതിയ നിയമത്തിലെ പ്രത്യേകിച്ച് ലേഖനങ്ങളിൽ നാം കാണുന്ന ഒരു പ്രത്യേക വന്ദന സ്വരമാണ് കൃപയും സമാധാനവും. എന്നാൽ അതെന്താണെന്ന് കൃത്യമായിട്ട് അത്ര നമ്മൾ ധ്യാനിച്ച് മനസ്സിലാക്കുമ്പോഴാണ് അവൻ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃപ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന ഒറ്റ വാക്കേ ഉള്ളൂ, അർഹതയില്ലാത്തതാണ്. അതിനപ്പുറത്തേക്ക് ആ വാക്കിന്റെ അർത്ഥത്തെ കാണാൻ നമ്മൾ ശ്രമിക്കാറില്ല, നമുക്ക് അറിയില്ല എന്നുള്ളതൊരു സത്യമാണ്. ഇവിടെ പൗലോസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ലേഖനങ്ങളിലെല്ലാം കാണുന്ന, മിക്കവാറും ലേഖനങ്ങളിൽ കാണുന്നതാണ് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഈ വാക്കിനെ കുറിച്ച് നമ്മൾ ഒന്ന് ധ്യാനിക്കേണ്ടത് ആവശ്യമാണ്. ഗ്രീക്കുകാരും റോമക്കാരും പരസ്പരം കണ്ടുമുട്ടുമ്പോൾ, നമ്മുടെ ഭാരതീയ ശൈലിയാണെങ്കിൽ നമ്മൾ പറയുന്ന അവസ്ഥയെ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരർത്ഥത്തിൽ എനിക്കിപ്പോ തോന്നുന്നു ഇന്ത്യക്കാരുടെ വന്ദനമാണ് ലോകത്തിലെ ഏറ്റവും സൂപ്പറായ വന്ദനം, അല്ലേ? കൈകൂപ്പിക്കൊണ്ട് നമസ്തേ, തലകുനിച്ച് നമസ്തേ പറയുന്നതാണ് നമ്മുടെ വന്ദന സ്വരം.
മറ്റുള്ളത് യൂറോപ്യന്മാരൊക്കെ കൈ പിടിച്ച് കുലിക്കില്ല. അപ്പൊ പറയില്ലേ തുടലെന്ന് എല്ലാവരും പറഞ്ഞു, കോവിഡ് പകരം കൈ തുടലെന്ന് ഇപ്പൊ പറഞ്ഞു. അപ്പൊ നമ്മുടെ നല്ലൊരു വന്നരസമല്ല. അപ്പൊ ഗ്രീക്കുകാരും റോമക്കാരും അവരുമായി ബന്ധപ്പെട്ട ആരുമായി, ഇപ്പൊ ഗ്രീക്കുകാർ വേറെ ഗ്രീക്കുകാരനെ കണ്ടാലോ റോമക്കാരൻ റോമക്കാരനെ കണ്ടാലോ അവർ ഉദ്ധരിക്കുന്നൊരു വാക്കുണ്ട്. ആ വാക്കിന്റെ അർത്ഥം ഇതാണ്, കാരിസ്, എനിക്ക് സന്തോഷം ഉണ്ടാകാം. അവരുടെ വന്ദനം എന്താണ്? കാരിസ്. ആമേൻ, എനിക്ക് സന്തോഷം, ആനന്ദം ഉണ്ടാകട്ടെ. അത് പറഞ്ഞാണ് അവർ വന്ദനം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ കാരിസ് എന്ന് പറഞ്ഞ ഈ ഗ്രീക്ക് പദത്തിൽ നിന്നാണ് കരിസ്മ എന്ന വാക്കുണ്ടാകുന്നത്, അഥവാ ഗ്രേസ്, കൃപ എന്ന വാക്ക് വരുന്നത് അവിടെ നിന്നാണ്. കാരിസ് എന്നുള്ള വന്ദന സ്വരം ഒരു ഗ്രീക്ക് പദമാണ്. ഈ ഗ്രീക്ക് പദത്തിൽ നിന്നാണ് കരിസ്മ എന്ന വാക്ക് ബൈബിളിലേക്ക് കയറി വന്നത്, ഗ്രീക്കിൽ വന്നിട്ടുള്ളത്. കരിസ്മയുടെ അർത്ഥം ഗ്രേസ് അഥവാ ദൈവകൃപ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ കൃപ എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്തൊരു ദാനം. എന്താണ് ദാനം എന്നും കൂടെ നമ്മൾ പഠിക്കണം. എന്ന് പറഞ്ഞാൽ കൃപയുടെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നീ സന്തോഷിക്കുവാനും നിന്റെ ഹൃദയം സമാധാനത്തിലിരിക്കുവാനും നിന്റെ ഹൃദയം ശരീരാത്മതകള് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ദേഹവും ദേഹിയും ആത്മാവും ആമേ പുഷ്ടിയുള്ളതായി തീരുവാനും എല്ലാമുള്ള ഒരു പാക്കേജ് ഈ കൃപയിലുണ്ട്. നമ്മൾ പലപ്പോഴും കൃപ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ തോന്നലുണ്ട്, അർഹതയില്ലാത്ത ദാനം ആണ് കൃപ 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 എന്ന് പറഞ്ഞു. എന്നാൽ ദൈവമക്കളെ, നാം എത്ര പേർ വ്യക്തിപരമായി ധ്യാനിച്ചിട്ടുണ്ട്? എന്റെ സ്വകാര്യ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിന്റെ ജീവിതത്തിൽ ഈ കൃപ, അർഹതയില്ലാത്തത് എന്തെല്ലാം ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയൂ. വാസ്തവത്തിൽ ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ തിരിച്ചറിവാണ്. ആമേൻ. ദൈവം ചെയ്ത നന്മകളെ നമ്മളൊരു പാട്ട് പാടുന്നുണ്ടല്ലോ. ആമേൻ. ദൈവമക്കൾക്ക് മനസ്സിലായോ? അതാ പാട്ടുകാരന്റെ കാര്യം പറഞ്ഞോ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. പാട്ടുകാരന്റെ കാര്യം പറഞ്ഞ അയാൾ അങ്ങോട്ട് എന്ത് പോരാ, ഈ ആയുസ് പോരാ, കിട്ടിയ ദിവസങ്ങൾ പോരാ, ഇതൊന്നും പോരാ. എന്ത് ചെയ്യാനാണ്? ദൈവം ചെയ്ത നന്മകൾക്ക് ഓർത്ത് നന്ദി പറഞ്ഞു. ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് നന്ദി പറയാൻ ആയുസ് പോരാ, ദിവസങ്ങൾ പോരാ, നാളുകൾ പോരാ എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുക വ്യക്തിപരമായിട്ട്. ആമേൻ. 10 എണ്ണം എടുത്ത് പറയാമോ നിങ്ങൾക്ക്? ഇപ്പൊ ആരും പറയില്ല. 10 എണ്ണം. ദൈവം നമുക്ക് നൽകിയത് അർഹതയില്ലാത്ത എത്ര ദാനങ്ങളാണ് ദൈവത്തിങ്കിൽ നിന്ന് ദൈവവൈദ്യരെ നീ അനുഭവിച്ചിട്ടുള്ളത്. ആമേ ആമേ. അർഹതയില്ലാത്ത ദാനം. കൃപ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം പഠിച്ചത് കൊണ്ട് കാര്യം നടക്കണമെന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വിശന്ന് വരികയാണ്, ഭയങ്കര വിശപ്പുണ്ട്. അപ്പൊ ഞാനിവിടെ നിന്ന് ആമേ പ്രൈസ് ദി ലോർഡ് ഒരു മെനു തരികയാണ്. ചോറ്, മീൻകറി, എന്താ പറയാ, മട്ടൻ ചാപ്സ്, അങ്ങനെ കുറെ ലിസ്റ്റ് വന്നു. ഇത് കയ്യിൽ തന്നാൽ നിങ്ങളുടെ വിശപ്പ് മാറുമോ? നിങ്ങളുടെ വിശപ്പ് മാറില്ല. കാരണം നിങ്ങൾക്ക് ഭക്ഷണം തന്നെ വേണം. ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ, ദൈവത്തെ നിങ്ങൾക്ക് ആരാധിക്കണമെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന കൃപകൾ ഏവ എന്ന് തിരിച്ചറിഞ്ഞ്, ദൈവം നിങ്ങളോട് കാണിച്ച കൃപകളുടെ ആഴങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനൊത്തവർണ്ണമല്ല ദൈവമക്കളെ ദൈവത്തെ സ്തുതിക്കാൻ പറ്റൂ. ഇല്ലാത്തവരോട് പറയാണ് ദൈവമക്കളെ ദൈവത്തെ സ്തുതിക്കാം. പിന്നെ പണെങ്കിൽ അർത്ഥശാസ്ത്രീയ സൂക്ഷിച്ചിട്ടുള്ളത് ദൈവത്തെ സ്തുതിക്കാൻ. ഞാൻ അവന്റെ സന്നിധിയിൽ മൗനമായിരിക്കാതെ എന്നേക്കും എനിക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ നീ എന്റെ പ്രാണനെ നാശപൊടിയിൽ നിന്ന് വിടിവിച്ചു. ഇന്ന് പകൽ ദൈവം പൈതലെ കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്ന്
എത്രമാത്രം ആമേൻ ഉയരത്തിലേക്ക്, നാശകരമായ കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് സർവശക്തനാകുന്ന ദൈവം നിന്നെ കയറ്റി, ആമേൻ നിന്റെ കാലുകളെ നിന്നെ വൃത്തിയാക്കി തന്റെ ചോരയാൽ ആമേ കഴുകി വൃത്തി വെട്ടിപ്പുള്ളതാക്കി, കാലുകളെ പാറമേൽ നിർത്തി ഗിരികളിൽ നിന്നെ ഓട്ടുമാറാക്കുന്നവനാകുന്ന ദൈവത്തെ സ്തുതിക്കാൻ എന്തിനെ നമുക്ക് ക്ഷാമം? ആമേൻ. 1000 വാക്കുകൾ ഉച്ചരിക്കുന്ന നമുക്ക് ഇന്ന് പകൽ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, സാധിക്കാതെ പോകുന്നത് അവൻ നിങ്ങളുടെ ആവശ്യങ്ങൾ അവതരിപ്പിക്കാനല്ല, കാര്യങ്ങൾ പറയാനല്ല, ദൈവത്തെ സ്തുതിക്കാനല്ലേ വാക്കില്ലാത്തതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകൽ എത്രമാത്രം ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ എന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവം എന്നോടുള്ള സ്നേഹം കൊണ്ട്, എന്നോടുള്ള കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ട്, കർത്താവേ നീ നൽകി തന്ന അവൻ സകല നന്മകൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു എന്ന് ലജ്ജ കൂടാതെ പറയുന്ന അവൻ സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാകിയാൽ നേരുള്ളവരായി ദൈവസഭയിൽ ആയിരിക്കുവാൻ ഇന്ന് പകൽ ദൈവത്തെ സാധിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഒന്ന് ചെന്ന് അകത്തേക്ക് കയറി ഇന്നത്തെ പ്രാർത്ഥന ആരാധന യോഗം കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്നിട്ട് മതി. നിങ്ങൾ നിങ്ങളുടെ വീടിന് മുറ്റത്ത് നിന്ന് നോക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളായിരിക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന പോലത്തെ ഒരു വീട് പണിയുവാൻ നിങ്ങൾക്ക് കഴിയാമായിരുന്നു? എത്ര പേർക്ക് കഴിയും? സ്തോത്രത്തിന്റെ ഒരു വക കണ്ടു. 100 രൂപയുടെ നോട്ടൊന്ന് പോക്കറ്റിൽ വെക്കാൻ കൊതിച്ച കാലഘട്ടം. ഇന്ന് ബുദ്ധിമുട്ട് കൂടാതെ കൈകാര്യം ചെയ്യുവാൻ പണം നിന്റെ കൈ തന്നു. സ്തോത്രം പറഞ്ഞിട്ടുണ്ടോ? സ്തോത്രം ഉണ്ടോ അതിന് ദൈവത്തിന്? ഈ മനോഹരമായ നല്ല വീടുകൾ ദൈവം എനിക്ക് തന്നു. കീറിയ പായിൽ നിലത്ത് കിടന്നിടത്ത് നിന്ന് കട്ടിലിട്ടിട്ട് കിടക്കുമ്പോ സ്തോത്രം ഉണ്ടാവില്ലേ? എത്ര പേര് സ്തോത്രം പറഞ്ഞിട്ടുണ്ട്? നമ്മെ പോലെ തങ്കും കരുത്തുള്ള ആളുകള് രോഗക്കിടക്കയിൽ ആശുപത്രിയിൽ ജീവനും മരണത്തിനും ഇടയ്ക്ക് കിടന്ന് നട്ടം തിരിഞ്ഞവരെ കുടുംബക്കാർക്ക് ചികിത്സിക്കാൻ പോലും പണമില്ലാതെ പാരപ്പെടുമ്പോൾ ഇന്ന് പകൽ ഇത്രയും പേർക്ക് ഇവിടെ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കാൻ ദൈവം തന്നു കൃപ. ഈ കൃപയ്ക്കായി സ്തോത്രം കേട്ടിട്ടുണ്ടോ ദൈവമക്കളെ? ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാമെന്ന് പറഞ്ഞ സ്തോത്രം അല്ലെങ്കിൽ 2 ഹല്ലേലൂയ. ഇതാണോ നിന്റെ സ്തോത്രം? ഇതാണോ നിനക്ക് ലഭിച്ച കൃപ? ദൈവം നിനക്ക് തന്ന കൃപ അതിനെ തിരിച്ചറിയുവാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? കൃപയെ തിരിച്ചറിഞ്ഞവർക്ക് സ്തുതിക്കാതിരിക്കാൻ കഴിയില്ല. വേറൊരു പാട്ടുണ്ട്, പാടണ്ട. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത നന്മകൾ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എത്രയോ നന്മകൾ ദൈവം നമുക്ക് തന്നു. അപ്പോൾ ദൈവം പരിശുദ്ധാത്മാവ് സഭയ്ക്ക് തരുന്ന വന്ദനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കൃപ നിങ്ങൾക്കുണ്ടാകട്ടെ. ഇത് മാത്രമല്ല, ഇതൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞെന്നുള്ളൂ കൃപ എന്ന വാക്യങ്ങൾ. പിന്നെ യഹൂദന്മാരെ ദൈവത്തെ ആനന്ദം കാണുമ്പോൾ, പരസ്പരം കാണുമ്പോൾ അവർ കാരീസ് ആനന്ദിക്കുക, സന്തോഷിക്കുക എന്നല്ല പറയുന്നത്. അവര് പറഞ്ഞത് ഷെറോ, സമാധാനം. പണ്ടൊക്കെ നമ്മുടെ ദൈവമക്കൾ അതിനെ കാണുമ്പോൾ കൈ കൊടുക്കും, സ്നേഹം കൊണ്ട് തന്നെ നല്ല വിധം കൈ കൊടുക്കും. കൈ കൊടുക്കുമ്പോൾ അവരെന്താ പറഞ്ഞേ? ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ പറയാറുണ്ട് ആറാം റോഡിൽ എന്തൊരാളെ കാണുമ്പോ പറയാൻ തന്നെ മറന്നു. പ്രൈസിലോടാ പറഞ്ഞിരുന്നേ അല്ലേ? അതുപോലും പറഞ്ഞില്ലെങ്കിൽ കാരണം പരിചയത്തോടാ കുഴപ്പമില്ല. സാധാരണ 2 ദൈവ മക്കൾ എവിടെ വെച്ച് കണ്ടാലും, എവിടെ വെച്ച് സംസാരിച്ചാലും ആദ്യം പറയുന്ന വാക്ക് ദൈവത്തിന് മഹത്വം, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ കൈകൊടുക്കാണ്. ഇന്ന് ഹലോ എന്ന് പറയുന്നത് അതും ക്ഷാമായി തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, അതും ക്ഷാമായി തുടങ്ങി. ആമേൻ. ദൈവമക്കളെ, പരസ്പരം പണ്ടത്തെ ദൈവജനത്തിന്റെ ആ ഉള്ളിന്റെ ഉള്ളിൽ അന്യോന്യമുള്ള ഒരു ദൈവസ്നേഹമുണ്ട്. അവർക്ക് അന്യോന്യം ഒരു സ്നേഹബന്ധമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ എപ്പോഴും ആ ദൈവസ്നേഹത്തെ പറയുമ്പോൾ ഞാൻ ആവർത്തിക്കുന്നതിൽ നിങ്ങൾക്ക് വിരസത തോന്നരുത്.
വെറോനിക്ക അമ്മച്ചി, നമ്മുടെ അമ്മച്ചി, വെറോനിക്ക അമ്മച്ചി എന്നെ വളരെ സ്വാധീനിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. തന്റെ അവസാന കാലഘട്ടത്തിൽ സമയങ്ങളിൽ നടക്കാൻ വയ്യ, നിങ്ങൾക്കറിയാമല്ലോ, ഭയങ്കര ശ്വാസമുട്ടലാൽ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആസ്മയാൽ ഭാരപ്പെട്ട അമ്മച്ചി അവിടുന്ന് ഇത്രയും ദൂരം നടന്നു പോയി. എന്തിനാണെന്നറിയോ? അമ്മച്ചിയുടെ വാക്ക് സഭാമക്കൾ എന്ന് കാണാൻ, സഭാമക്കളെ ഒന്ന് കാണാൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എത്ര പേര് അമ്മച്ചിയോട് വ്യക്തിപരമായി സംസാരിച്ചിട്ടുണ്ട്? നിങ്ങളെ കാണാൻ ഇതുപോലെ കൊതിച്ച് ഇവരെ പറ്റിയിരിക്കുക. നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടിട്ട് മുമ്പ് അമ്മച്ചി മരിച്ചു. നിങ്ങൾ കാര്യം മനസ്സിലായോ? ഈ അമ്മച്ചി സഭയിൽ വന്നിട്ട് അമ്മച്ചിയുടെ അടുക്കിലേക്ക് ഒന്ന് ചെന്ന്, സുഖാണ് അമ്മച്ചി, കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കണില്ലെന്ന് ചോദിച്ചവർ എത്ര പേരുണ്ട്. പക്ഷെ അമ്മച്ചിക്ക് ഉള്ളിനുള്ളിൽ കൊതിയാ നിങ്ങളെ കാണാൻ, നമ്മെ ഓരോരുത്തരെ കാണാൻ. ദൈവമക്കളെ, പണ്ടത്തെ വിശുദ്ധന്മാർക്കുള്ള ബന്ധം വളരെ അടുത്ത് വരുന്നതാണ്. ഞാൻ ഒരിക്കൽ പറഞ്ഞില്ലേ, ഒരു സഹോദരൻ സ്നാനപ്പെട്ടു വന്നു, വീട്ടുകാരെല്ലാം എതിരായി, ജീവിതം എവിടെ എത്തുന്നില്ല. 3 പെൺകുട്ടികൾ വീട്ടിലുണ്ട്, കല്യാണം കഴിഞ്ഞിട്ടില്ല, കുട്ടികളെ പ്രായം മുതിർന്നു പോയി. ബന്ധുക്കളൊക്കെ പറഞ്ഞു, പെന്തക്കോസ്തിൽ പല പിച്ചക്കാരനെയും പല നായാടികളെയും കെട്ടിച്ചു കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞ് കളിയാക്കുന്നു. അവസാനം പിതാവ് പറഞ്ഞു, കയ്യിൽ കാശില്ലാത്തത് കൊണ്ടാണല്ലോ എന്റെ മക്കളുടെ കല്യാണം നടക്കാത്തത്. നമ്മുടെ പെന്തക്കോസുകാർക്കും സ്ത്രീധനം വലുതല്ല. പെണ്ണിനെ കിട്ടിയില്ലേലും സ്ത്രീധനം പോരട്ടെ എന്ന് പറഞ്ഞ ആൾക്കാർ നമ്മുടെ ആൾക്കാർ. ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല, കാരണം സാമൂഹിക വിമർശനം ഇപ്പോ നമ്മുടെ പരിമിതമായ സമയത്ത് അത് ചെയ്തിട്ടുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്ക് നല്ല ചങ്കുറപ്പുണ്ട്, കാരണം അത് വലത് കിട്ടിയതാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് നല്ല ചങ്കുറപ്പോടെ പ്രസംഗിക്കാം, എന്റെ മനസ്സിനെ ഇരുത്തി പ്രസംഗിക്കാൻ പറ്റുന്ന പ്രസംഗം എനിക്കത് കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. അവൻ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മാതാപിതാക്കൾ മാന്യമായ രീതിയിൽ ഞങ്ങൾക്ക് അർഹതപ്പെട്ടതെല്ലാം തന്നിട്ടുണ്ട് കേട്ടോ. അവര് നിങ്ങളങ്ങനെ അങ്ങനെ ഒന്നുമില്ലാത്ത വിട്ടുവിടുന്നത് തോന്നരുത്. പക്ഷെ ഞങ്ങളുടെ കല്യാണത്തിന് ചെയ്ത വിഷയമായി. ഓക്കെ. അപ്പോൾ ഈ പിതാവ് വളരെ ഭാരപ്പെട്ടു. എന്ത് ചെയ്യും? അവസാനം ഭാര്യയും ഭർത്താവ് ഇരുന്ന് കുറെ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അവർ തീരുമാനിച്ചു, ഉള്ള ഭൂമി പണയം വെച്ചിട്ട് മൂത്തതിൻ്റെങ്കിലും കല്യാണം കഴിപ്പിക്കാമെന്ന്. അങ്ങനെ വേദനയോടെ തന്റെ ഏക സമ്പാദ്യമായ ഭൂമി വിൽപ്പനയ്ക്ക് വേണ്ടി പിതാവ് പോവുക. ആ വിൽപ്പനയ്ക്കല്ല, പണയം വയ്ക്കാൻ ബാങ്കിലേക്ക് പോകുക. ആധാര കക്ഷത്ത് വെച്ച് പോകുന്നു. ഒരു സഹോദരൻ നേരെ എതിര് വന്നു. അവര് പരസ്പരം പണ്ടത്തെ പോലെ പ്രൈസ് ലോർഡ് സ്വകാര്യങ്ങളും ചോദിച്ചു. അച്ഛൻ എങ്ങോട്ടാ പോകുന്നത് ചോദിച്ചു. ആമേൻ, പ്രൈസ് ലോർഡ്. അദ്ദേഹം പറഞ്ഞു, കാര്യം പറഞ്ഞു. ഇന്ന് നമ്മൾ ചോദിച്ചാൽ നമ്മളോട് ചോദിക്കുകയാണ്, ഞാൻ പോവാ, നമ്മൾ പുറത്തേക്ക് പോവാ. ഒരാൾ നമുക്ക് സഭയിലെ വിശ്വാസി ഒന്ന് ചോദിച്ചു, എങ്ങടെ പോണേ? നമ്മളെന്താ പറയാ? നിങ്ങളെന്താ പറയാന്ന് പറഞ്ഞു. ഈ നമ്മൾ ആയിക്കൊണ്ടാക്കി നിങ്ങൾ പറയാ, എന്താ പറയാ? ഇവിടം വരുന്ന ഏത് ഇവിടം വരെ ഈ കൈ കൊണ്ടുവരുന്ന കടപ്പൊന്ന് ഇല്ല. എന്തേ അങ്ങനെ പറയാൻ കാരണം? നമുക്ക് മറയ്ക്കാനുണ്ട് കേട്ടോ. നമുക്ക് മറയ്ക്കാൻ മറ്റുള്ളവരിൽ നിന്ന്, കൂട്ടു സഹോദരന്മാരിൽ നിന്നും കൂട്ടു സഹോദരിമാരിൽ നിന്നും മറയ്ക്കാൻ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ടാണ് ആമേൻ നമുക്ക് ഇതുവരെ ആയത്. അവരങ്ങനെയല്ല. പിതാവ് പറഞ്ഞു, മോനെ ആമേൻ, വളരെ നിന്ന സഹിച്ചു മടുത്തു. മക്കളുടെ കല്യാണം കഴിയുന്നില്ല. മൂത്ത മോൾക്ക് 30 വയസ്സായി. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് ഈ ഭൂമി ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒന്ന് പണയം വെച്ച് കുറച്ച് സമ്പാദിച്ചിട്ട് ആമേൻ മൂത്തവൾക്കെങ്കിലും കൊടുത്തിട്ട് അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. 3 പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കടകൊണ്ട് ചോദിച്ചു, അച്ഛൻ എന്താ ചെയ്യാൻ പോകുന്നത്? അച്ഛൻ ഇത് വേണം, അച്ഛൻ എന്നെ കൂടെ വരാൻ പറഞ്ഞു. പിതാവ് അവരോട് അതാ സഹോദരൻ കൂടെ ചെന്നു. 2 പേര് ഹോളിൽ ചെന്നു. പാസ്റ്റർ വിളിച്ചു, പാസ്റ്റർ ഹോള് തുറന്നു. അവരിരുന്നു. ഇവിടെ അവൻ പുല്ലുപായ വിരിച്ചു. മുട്ടുമേലിരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. അതാ ദൈവസ്നേഹം, അതാ കൂട്ടുബന്ധങ്ങള്. നമ്മുടെ ബന്ധം ചിലരോട് മാത്രമല്ലേ ഉള്ളൂ. നമുക്ക് അറിയുന്ന അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ചെറിയ ക്ലോക്കസിലില്ലേ, അവൻ ഒരു കാര്യമില്ല. സഹോദരൻ അവരും പിതാവും പാസ്റ്ററും കൂടെ മുഴങ്കാലം മടങ്ങി പ്രാർത്ഥിച്ചു. ആമേൻ. 3 ആഴ്ച കഴിഞ്ഞില്ല. ഇടയൊരു പൈതലുണ്ട്, ഒരു മോൻ 10ാം ക്ലാസ് ആയപ്പോൾ വിദ്യാഭ്യാസമുള്ളൂ. ആമേൻ, പ്രൈസ് ഒരാൾ അവർക്ക് ഫോൺ വിളിച്ച് ചോദിച്ചു, അവനെ ഗൾഫിലേക്ക് വിടും. അപ്പച്ചോട് ചോദിച്ചു, അവനെ ഗൾഫിലേക്ക് വിടുന്നുണ്ടോ? അവർ നാട്ടുകാരനായ നല്ല മനുഷ്യൻ. അവർ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞു. പൈസയിലും മോനെന്ന് പറഞ്ഞു. അത് നോക്കണ്ട, അവനെ കൊണ്ടുപോയി അവനൊരു കമ്പനിയിൽ ജോലി കൊടുത്തു. അറബിക്ക് അവന് ഇഷ്ടമായി.
അവന് പ്രമോഷൻ കിട്ടി. തന്റെ 3 പെങ്ങന്മാരെയും മാന്യമായി നിന്ദിച്ചവരുടെ മക്കൾ പോയി നിനക്ക് ശ്രേഷ്ഠമേറി വിവാഹം കഴിപ്പിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പച്ചനും അമ്മച്ചിക്കും അവരുടെ ചെറിയ കൂര മാറി വലിയ വീട് വെച്ചു. ഇപ്പൊ അമ്മച്ചി അപ്പച്ചനും ബസ് കയറാൻ കാശില്ലാത്ത നടന്നവര് ഇപ്പോൾ അമേരിക്കയ്ക്കും ഓസ്ട്രേലിയയിലേക്കും ഫ്ലൈറ്റ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കൊക്കെ മനസ്സിലായോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. സമാധാനം, നിങ്ങൾക്ക് സമാധാനം. നമ്മുടെ അകത്തെല്ലാ ടെൻഷനെയും റിലീസ് ചെയ്തുകൊണ്ട് നമുക്ക് ആരോടും പറയാത്ത ഒരുപാട് ദുഃഖങ്ങളും വേദനകളും നമ്മുടെ അകത്തില്ലേ? ആമേൻ. സഹോദരൻ കൈ കൊടുക്കുമ്പോൾ പറയുന്നു, സമാധാനം സഹോദര, എനിക്ക് സമാധാനം. ഇന്ന് പകൽ ഞാൻ ദൈവസഭയിൽ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കൈ കൊടുത്തുകൊണ്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിന്നെ ആശീർവദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൈ കൊടുത്തുകൊണ്ട് ഉള്ളത്തിന്റെ ഉള്ളിൽ അവനെ അനുഗ്രഹിക്കാൻ കഴിഞ്ഞവർ എത്ര പേരുണ്ട്? സ്വന്തം മക്കളെ അനുഗ്രഹിക്കാൻ പറ്റാത്തവരെ നല്ല ശതമാനം. സ്വന്തം മക്കളെ അനുഗ്രഹിക്കാൻ അവർക്ക് ഇഷ്ടമല്ല. നിങ്ങളുടെ മക്കളെ പിടിച്ച് നിങ്ങളുടെ മുമ്പിലിരുത്തി, ഞാനിത് അപ്പച്ചന്മാരോട് ചോദിക്കുന്നു, അമ്മച്ചന്മാർക്ക് ഒട്ടും മോശമൊന്നുമില്ല, ഒട്ടും ചെയ്യാം. ആമേൻ. അവരെ ഇരുത്തി മക്കളെ അടുത്ത് വന്നു, മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷം, എന്തൊക്കെയുണ്ട്? അവധി ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞങ്ങൾക്കൊക്കെ അവധി ദിവസം കിട്ടുമ്പോൾ ആമേ എല്ലാവർക്കും സന്തോഷമാണെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമാണ്. കാരണം അന്നാണ് ഏറ്റവും കൂടുതൽ ബൈബിൾ വായിക്കേണ്ടതും പഠിക്കേണ്ടതും ഒക്കെ എന്നുള്ള ദിവസം. ആമേൻ. അപ്പച്ചന്റെ ബൈബിൾ സ്റ്റഡിയിൽ പോയിരിക്കേണ്ട ദിവസമാണ് ശനിയാഴ്ച ദിവസത്തിൽ. അതുകൊണ്ട് അല്പം ബുദ്ധിമുട്ടൊക്കെ അന്നൊക്കെ തോന്നിയിരുന്നു. പക്ഷെ ഇപ്പോൾ ഓർക്കുന്നു ആ ബുദ്ധിമുട്ട് കൊണ്ടാണ് നിലനിന്നത്. പ്രൈസിലോട്. എന്നിട്ട് അവരെ വിളിച്ചു വരുത്തി, പ്രൈസിലോട്, മോനെ നിന്റെ പഠിപ്പ് ഏതൊക്കെ വിഷയം എനിക്ക് ബുദ്ധിമുട്ട് പ്രയാസം ഒക്കെ ചോദിച്ചു. അവർ വിഷമം കേൾക്കാറുണ്ട്. സാരമില്ല, മോൻ പേടിക്കണ്ട, അല്ലെങ്കിൽ മോള് പേടിക്കണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ആ കുഞ്ഞിന്റെ തലയിലൊന്ന് കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് അവരൊന്ന് അനുഗ്രഹിച്ച, ദൈവമേ നീ അനുഗ്രഹിക്കണമെന്ന് പൈതൽ അനുഗ്രഹിക്കണമെന്ന് ഉള്ളു തുറന്നുകൊണ്ട് ഒരു കുഞ്ഞിനെ മേൽ കൈവച്ച എത്ര അപ്രാമ്യത്തിനകത്തിരിക്കുന്നു. എത്ര പേരുണ്ട്? മറ്റൊരുത്തിന് സമാധാനം വാഗ്ദാനം ചെയ്യുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അനുഗ്രഹം കൈമാറാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇന്ന് പകൽ ദൈവമക്കൾ എപ്പോഴും മനസ്സിലാക്കുക, യഹൂദന്മാരെ കാണുമ്പോൾ പറയും, ഷലോ, എനിക്ക് സമാധാനം ഉണ്ടാകട്ടെ, എനിക്ക് സമാധാനം ഉണ്ടാകട്ടെ. ആമേൻ. ഗ്രീക്കുകാര് റോമക്കാര് പറയും, ആനന്ദിക്കുക, സന്തോഷിക്കുക, റിജോയ്സ്, റിജോയ്സ്, റിജോയ്സ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇനിയാണ് ഈ വന്ദനത്തിന്റെ മർമ്മം കിടക്കുന്നത്. ഇവിടെ വന്ദനം എന്ന് പറയുമ്പോൾ കൃപയും സമാധാനവും. അപ്പോ കൃപ എന്നുള്ളത് അഥവാ കാരിസ് എന്നുള്ളത് ഗ്രീക്കുകാരുടെയും റോമക്കാരുടെയും വന്ദനത്തിന്റെ ഭാഗം. ശാലമൻ സമാധാനം എന്നുള്ളത് യഹൂദന്മാരുടെ കാര്യങ്ങൾ. ആമേൻ. പണ്ട് കാലത്തെ യേശുക്രിസ്തു പെന്തക്കോസ്ത് നാൾ വരെ ഈ ലോകത്തിൽ എത്ര ജാതികൾ ഉണ്ടായിരുന്നു? 2 ജാതികൾ. ഏതൊക്കെയായിരുന്നു? യഹൂദന്മാരും യവനന്മാരും, അഥവാ ന്യായപ്രമാണമുള്ള യഹൂദന്മാരും ന്യായപ്രമാണമില്ലാത്ത ന്യായപ്രമാണമുള്ള യഹൂദന്മാരും ന്യായപ്രമാണമില്ലാത്ത ജനങ്ങളും, അവര് ജാതികൾ എന്നാ പറഞ്ഞിരുന്നത്. അങ്ങനെ 2 ജാതി, യഹൂദനും ജാതി, ഈ 2 വർഗമായിരുന്നു ഭൂമിയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ശെഖോൻ മാലിക മുറിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തിയോട് ഇറങ്ങി വന്ന് ദൈവസഭ ഉദ്ഘാടനം ചെയ്തു. ഭൂമിയിൽ ദൈവസഭ ഉദ്ഘാടനം ചെയ്തു. ആ ചെയ്തപ്പോൾ അതിന്റെ അകത്തേക്ക് കയറി വന്നു ആര്? യഹൂദന്മാരും ജാതികളും. അപ്പോൾ 3ാമതൊരു വർഗം ഉടലെടുത്തു, ദൈവസഭ. അതുകൊണ്ടാണ് അപ്പോസ്തലനാകുന്ന പൗലോസ് പറഞ്ഞത്, യഹൂദന്മാർക്കും ജാതികൾക്കും ദൈവസഭയ്ക്കും ഇടർച്ചയില്ലാത്തവരായിരിപ്പീൻ. ആമേൻ. അപ്പൊ ദൈവസഭ എന്ന് പറഞ്ഞത് യഹൂദന്മാരും ജാതികളും ചേർന്ന ആമേൻ ഒന്നിച്ചുള്ള ഒരു കൂട്ടത്തെയാണ് ദൈവസഭ എന്ന് പറയുന്നത്. അപ്പോൾ ആ 2 കൂട്ടരെയും ഉള്ളിലേറ്റെടുത്തുകൊണ്ട് ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ പരിശുദ്ധാത്മാവിൽ 2 വിഭാഗത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവ് പൗലോസിനോട് പറയുകയാണ്, നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ.
നമുക്കൊക്കെ മനസ്സിലായോ? നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അപ്പൊ നോക്കുക, അനാദി കാലങ്ങൾക്ക് മുമ്പേ ഈ വാക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഈ വചനം സംഖ്യാപുസ്തകത്തിലുണ്ട്. അവിടെ ഇസ്രായേലിന്റെ ശ്രേഷ്ഠമനോ മഹാപുരോഹിതൻ ഒറ്റ പ്രാവശ്യം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇസ്രായേലിനെ അനുഗ്രഹിക്കുമ്പോൾ, ഇസ്രായേൽ ജനതയെ അനുഗ്രഹിക്കുമ്പോൾ മഹാപുരോഹിതൻ ഈ വാക്കുദ്ധരിക്കുന്നു: നിങ്ങൾക്ക് ദൈവം കൃപയും സമാധാനവും നൽകട്ടെ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണ കാലഘട്ടത്തിൽ തന്നെ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ ജാതികളായ നമ്മെ ദൈവം ചേർത്തു നിർത്തിയിരുന്നു. മഹാപുരോഹിതൻ യഹൂദന്മാർ ഇസ്രായേലിന് മുന്നിൽ കണ്ടുകൊണ്ടാണ് അനുഗ്രഹിക്കുന്നതെങ്കിലും അവർ പോലും അറിയാത്ത ദൈവത്തിന്റെ ആ വന്ദനം ദൈവത്തിന് പരിശുദ്ധാത്മാവ് കൂട്ടിച്ചേർത്തുകൊണ്ട് അവരോട് പറഞ്ഞു: അവൻ ഇസ്രായേൽ അനുഗ്രഹിക്കുമ്പോൾ കൃപയും സമാധാനം എന്ന് പറഞ്ഞാൽ സകല മാനവജാതി ഒന്നിച്ചു നിർത്തുന്ന ഒരു വലിയ ദൈവകൃപ ഈ വന്ദന സ്വരത്തിലുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, റോമാലേഖനം വായിച്ച് നമ്മൾക്ക് ധ്യാനിക്കണമെങ്കിൽ നല്ലോണം പ്രാർത്ഥിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഇതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ, ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് കഴിയില്ല. കുറെ അറിവുകൾ മാത്രമായിട്ട് അത് പോകും. അത് പോരാ. അറിവുകളല്ല നമുക്ക് വേണ്ടത്. അറിവ് ചീർപ്പിക്കുന്നു. അത് ചെയ്യുന്നത് ആരോഗ്യമില്ലാത്ത വളർച്ച ഉണ്ടാക്കൂ. എന്നാൽ അതിനകത്ത് ദൈവശക്തി, ദൈവകൃപ, ദൈവവചനം നിങ്ങളുടെ ഉള്ളിലേക്ക് കയറി വരണം. ഈ 5-ാം വാക്യം വായിച്ച്, ദാവീദിന്റെ സന്തതിയിൽ നിന്നും ക്ഷമിക്കുകയും മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കിയ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാണല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. ഈ 5-ാം വാക്യം ഒന്നും കൂടെ ശ്രദ്ധിക്കാം. യേശു ക്രിസ്തുവിനെ വീണ്ടും ഇവിടെ പരിചയപ്പെടുത്തുക. യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ആ വാക്ക് ശ്രദ്ധിക്കണം. 5-ാം വാക്യം മാത്രം ഒന്ന് വായിച്ചൊന്നുകൂടെ. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കും. മതി മോളെ, പിന്നെ വായിക്കാം. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുക. ഈ 5-ാം വാക്യം ആഴത്തിൽ നിന്ന് പഠിക്കുമ്പോൾ ദൈവത്തിന്റെ ഈ വാക്യത്തിൽ യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ് എന്ന് ശങ്കയില്ലാതെ നമ്മോട് തെളിയിക്കുന്ന ഒരു വചനഭാഗമാണ് ഇത്. കഴിഞ്ഞ ദിവസം എന്റെ മോൻ, എന്റെ കുഞ്ഞുവാവ എന്നോടൊരു ചോദ്യം ചോദിച്ചു. പ്രൈസ് ലോർഡ്. അവന്റെ പ്രായത്തിന് കവിഞ്ഞൊരു ചോദ്യമാണ്. എന്നോട് ചോദിച്ചു: അപ്പച്ച, നമ്മൾ ആരോടാ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ മോനെ ജീസസിനോട്. ഓക്കെ, അപ്പൊ നമ്മളെല്ലാവരും ജീസസിനോടല്ലേ പ്രാർത്ഥിക്കുന്നേ? അതെ. അപ്പൊ ജീസസ് പ്രാർത്ഥിച്ച ആരാ? അപ്പൊ ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് സിമ്പിളായിട്ട് പറഞ്ഞു, ഗോഡ് ഫാദറോട്. അപ്പൊ 2 ദൈവങ്ങളോട്. നമ്മള് ജീസസിനോട് പ്രാർത്ഥിക്കുമ്പോ നമുക്ക് നമ്മുടെ കോൺസെപ്റ്റ് എന്താണ്? യേശു ദൈവം. യേശു ദൈവത്തോട് പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോ പറയുന്നു, നിന്ന് എന്റെ പിതാവേക്ക് ചെയ്യുന്നു. അപ്പൊ എത്ര ദൈവമായി? രണ്ടറിയില്ല നിങ്ങൾക്ക്. പെട്ടെന്ന് ഉറങ്ങിപ്പോയി. പക്ഷെ എങ്കിലും ഹല്ലേലൂയ, അവന് മനസ്സിലാകുന്നതും അവന്റെ പ്രായത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഉത്തരം കൊടുക്കാൻ ദൈവം കൃപ തരും. ഞാൻ പറഞ്ഞത്, ഒരു പക്ഷേ പുറത്തു ചോദിച്ചില്ലേലും നിങ്ങളുടെ അകത്തുള്ള ചോദ്യം, ഇതേ ചോദ്യം നിങ്ങളുടെ അകത്തും കയറി വരും. കയറി വരണം. ദൈവമക്കളെ, ദൈവവചനത്തെ മനസ്സിലാക്കാതെ പോകുന്നത് പാപമൊന്നുമല്ല. ബൈബിൾ എങ്ങനെയാ പഠിക്കുന്നത്? നമ്മൾ ദൈവവചനം എങ്ങനെയാ പഠിക്കുന്നത്? എങ്ങനെ ഒന്നിനോട് നമ്മൾ കയറി പരിചയപ്പെട്ടു പോകുന്നത്? ബൈ ആസ്കിംഗ് ക്വസ്റ്റ്യൻസ്, അല്ലേ മക്കളെ? എങ്ങനെ നിങ്ങൾ കൂട്ടുകാരനെ പരിചയപ്പെടുന്ന? ആദ്യം പരിചയപ്പെട്ട എങ്ങനെയാ? നിങ്ങൾ അടുത്ത് പോയിരുന്നപ്പോൾ നിങ്ങൾ പേരും പോലും കിട്ടിയോ? ഇല്ല. ബൈ ആസ്കിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇപ്പൊ ബസ്സിൽ പോവാ, ഞങ്ങൾ കുന്നംകുളത്ത് ബസ് കയറി തൃശ്ശൂർക്ക് പോവാണ്. ഒട്ടും അറിയാത്ത ഒരാളെ പുറത്ത് വന്നിരിക്കുന്നു. ചിലർ കനപിടിച്ചിരിക്കും തൃശ്ശൂർ വരെ. ആ പ്ലേസിലോട് അല്പം നല്ല മനുഷ്യരാണെങ്കിൽ പറയും, എന്താ പേര്? ഇല്ലേ? ചോദിക്കുന്നില്ല, എന്താ പേര്, എവിടെ വീട്, എങ്ങോട്ടേക്കാ പോകുന്നത്, പ്ലേസിലോ എന്താ ജോലി വല്ലതും ഉണ്ടോ, ചെയ്യുന്നുണ്ടോ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്,
തൃശ്ശൂർ വരെ വെറുതിരിക്കല്ലോ ചോദിച്ചാൽ കുഴപ്പം. അപ്പോൾ ആ ചോദ്യങ്ങളിലൂടെ ബൈ ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് സംഭവിക്കുന്നു? ആ വ്യക്തിയെ കുറിച്ച് ഒരു ചെറിയ ചിത്രം കിട്ടില്ല നമുക്ക്, ഇല്ലേ? ബൈബിളിനോട് സംശയം ചോദിക്കാത്ത, ബൈബിളിനോട് നിങ്ങളുടെ വിഷയത്തിന് ഉത്തരം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എന്ത് ബൈബിൾ മനസ്സിലാക്കാൻ പറ്റും? അത് പാപമൊന്നും അല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പണ്ട് വേദപുസ്തകത്തിന്റെ ഭാഗമല്ല ഞാൻ പറയുന്നത്, യഹൂദന്മാരുടെ തൽമുദുകളിൽ ആമേൻ ഉള്ളൊരു ഭാഗം. പണ്ടൊരു ശാസ്ത്രി എന്ന് പറഞ്ഞാൽ വേദപുസ്തകം പകർത്തി എഴുതുന്നവരാണ്. അവർക്ക് മാത്രമേ അതിന് അധികാരം ഉണ്ടായിരുന്നുള്ളൂ. തൊക്കൽച്ചൊറിയിൽ എഴുതിക്കൊണ്ടിരിക്കും യെശയ്യാ പ്രവചനങ്ങൾ എഴുതി വരുമ്പോൾ അദ്ദേഹം ഒരു വാക്ക് കണ്ടു, കന്യക ഗർഭിണിയായിട്ട് ഒരു മകനെ പ്രസവിക്കും. അദ്ദേഹം വേല താഴ്ത്തു വെച്ചു. അദ്ദേഹം ചോദിച്ചു, ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, എങ്ങനെ കന്യകയ്ക്ക് പ്രസവിക്കാൻ കഴിയും? കന്യകയായിരിക്കുന്നിടത്തോളം കാലം അവർക്ക് പ്രസവമില്ല. പിന്നെ എങ്ങനെ ഒരു കന്യക പ്രസവിക്കും? സംശയം വന്നു. ആ സംശയം തീരാൻ ഈ വേലെടുക്കാൻ അദ്ദേഹം താല്പര്യപ്പെട്ടില്ല. ദൈവം ഉത്തരം കൊടുത്തു, ആമൻ, എന്റെ മിശിഹായെ, കന്യക ജനിക്കുന്ന എന്റെ മിശിഹായെ നീ കാണും വരെ ലോകത്ത് നിന്ന് മരിക്കില്ലെന്ന്. ആൾക്ക് പ്രായമായി, കുറെ പ്രായമായി, ആൾ ചാവുന്നില്ല. ആളിങ്ങനെ ഇരുന്ന് നീളുക. വീട്ടുകാർ നോക്കേണ്ടത് പോകണ്ടോ, ഈ കർക്കടത്തറ ഞാൻ എടുക്കുമോ എന്നൊക്കെ നോക്കുക. ഒരു കർക്കടത്തിന് ആള് പോണില്ല. കർക്കടങ്ങൾ പലത് കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ പ്രായമായ മനുഷ്യൻ ആമേൻ തന്റെ വീട്ടുകാരോട് പറഞ്ഞു, ഞാനൊന്ന് ദേവാലയത്തിൽ പോയിട്ട് യേശുവിന് പോയിട്ട് വരാം. അദ്ദേഹം അവിടെ ചെന്നു. അദ്ദേഹത്തിന്റെ അകത്തൊരു നിർബന്ധം ചെന്നു. അപ്പോൾ യേശു ക്രിസ്തുവുമായിട്ട് അപ്പച്ചനും അമ്മച്ചി 8 ദിവസം പ്രായമുള്ളൂ കേട്ടോ, 8 ദിവസം. ആമേൻ. അവരുടെ ആചാരപ്രകാരം അവിടേക്ക് വന്നില്ല. മറിയും യോസഫും അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അവരും ദേവാലയത്തിലേക്ക് വന്നതാ ശുദ്ധീകരണത്തിന് വേണ്ടി. ഉടനെ ശിമിയോൻ എന്ന് പറഞ്ഞ ഈ പടുവൃദ്ധൻ, വയസ്സനായ വൃദ്ധൻ, യേശു ക്രിസ്തുവിനെ, ഉണ്ണി യേശുവിനെ തന്റെ കൈകളിൽ എടുത്തുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ നാഥാ അടിയനെ വിട്ടയക്കണമേ. സകല ജാതികൾക്കും വേണ്ടി നീ ഒരുക്കിയിരിക്കുന്ന മഹാരക്ഷയെ എന്റെ കണ്ണുകൊണ്ട് കണ്ടുവല്ലോ. ആരെ കുറിച്ച് പറയുന്നു? 8 വയസ്സ് മാത്രമുള്ള ഒരു ചോരക്കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് ആത്മപ്രേരിതനായ യേശു ക്രിസ്തുവിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി, മറിയുടെ ശുദ്ധീകരണത്തിന് വേണ്ടി 8ാം ദിവസം ആലയത്തിലേക്ക് വന്ന ഉണ്ണിയേശുവിനെ കരങ്ങളിലെടുത്ത് ശിമ്യോൻ എന്ന് പറഞ്ഞ പ്രായമുള്ള ദൈവദാസൻ പറയാണ്, ഇപ്പോൾ നാദാ എന്നെ വിട്ടേക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ കാണേണ്ടതൊക്കെ കണ്ടു. ബൈബിളിൽ സംശയം ചോദിക്കുന്നത് തെറ്റല്ല, അത് പാപമൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെയാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഗ്രഹിക്കുന്നത്. വേദപുസ്തകത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾ അന്വേഷിക്കണം. ആമേൻ. വേദപുസ്തകത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ജഡം സംബന്ധിച്ച് ആമേൻ ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും, അപ്പോൾ മനുഷ്യത്വം യേശു ക്രിസ്തുവിന്റെ മാനവ മനുഷ്യനാണെന്നുള്ള തെളിയിക്കുകയാണ്. എന്ന് പറഞ്ഞ ഏത് മനുഷ്യന് ജനിച്ചാൽ നമുക്കൊരു പേരുണ്ട്, വിലാസമുണ്ട്, ഇല്ലേ? എന്റെ പേര് ആമേൻ. എന്നോട് ചോദിച്ചാൽ നിങ്ങൾ ഏതാ വീട്ടുകാരൻ ചോദിച്ചാൽ പുലിക്കൊട്ടി വീട്ടുകാരാണ്. അപ്പച്ചന്റെ പേരെന്ന് ചോദിച്ചാൽ ഉക്രു എന്ന് പറയും. ഉക്രുവിന്റെ 3ാമത്തെ മോനെ ഞാനെന്ന് പറയും. അതെന്റെ ജഡം സംബന്ധിച്ച മേൽവിലാസം. യേശുവിന് അതുപോലെ മേൽവിലാസം ഉണ്ടായപ്പോ ദാവീദിന്റെ സന്തതി എന്ന് എടുത്തു പറഞ്ഞതിലൂടെ വചനം തെളിയിക്കുന്നു യേശു മനുഷ്യനാണ്. യേശു മനുഷ്യനാണ് എന്ന സംഗതി നമ്മൾ മനസ്സിലാക്കണം. ഈ പുതിയ നിയമത്തിൽ മത്തായിയിലും ലൂക്കോസിലും നമ്മൾ പരിശോധിക്കുമ്പോൾ 2 വംശാവലികൾ കാണാൻ കഴിയും. 2 വംശാവലികൾ, 2 കഴിഞ്ഞ ദിവസം ഞാനൊരു യൂട്യൂബിലൊരു സമ്മേളനം കണ്ടു. അത് പറഞ്ഞു, ബൈബിളിൽ മുഴുവനും തെറ്റാണ്. 2 വംശാവലിയും 2 ആൾക്കാരാണ്. ഞാനിപ്പോ തിരുത്തി തരുന്ന സമയമില്ല. ദൈവമക്കളെ പ്രൈസിലോട്. 1 ആമേൻ. 1 മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ആമേൻ. യഹൂദ പാരമ്പര്യം മനുഷ്യനായ യേശു ക്രിസ്തുവിന്റെ ദാവീദിന്റെ വംശാവലി ജനിച്ചത് പ്രൂവ് ചെയ്യുവാനായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ വംശാവലി എഴുതി വെച്ചേക്കുന്നത്.
രണ്ടാമത്തത് ലൂക്കോസിന്റെ സുവിശേഷം 3:23 മുതലുള്ള വാക്യങ്ങളിലാണ്. അവിടെ കാണുന്ന വംശാവലി അബ്രഹാം തൊട്ടല്ല, ആദാം തൊട്ട് തുടങ്ങുക. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യഹൂദന്മാരോട് ദാവീദിന്റെ വംശത്തിലാണ് പിറന്നതെങ്കിലും വല്ലാണ്ട് അർമാദിക്കല്ലേ, ആദാമിന്റെ വംശാവലിയിലാണ് യേശു ജനിച്ചത്. ഇത് രണ്ടും യേശുവിന്റെ മാനുഷിക ജഡാവതാരത്തിന്റെ മനുഷ്യത്വത്തിന്റെ തെളിവുകളാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി വംശാവലികൾ വായിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് രണ്ട് കാര്യം കാണാം. അത്തരം ഇതിനപ്പുറത്തും കാണും. ഒന്ന്, നാഥാനിലൂടെ, ദാവീദ് കഴിഞ്ഞ നാഥാനിലൂടെ വംശാവലി പോകുന്നു. 2 ശലോമോനിലൂടെ പോകുന്നു. അത്രയേ ഉള്ളൂ വ്യത്യാസം. അത് തിരിച്ചറിയാത്തവർക്കാണ് ഈ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുന്നത്. അത് ഞാൻ പിന്നീട് ഒരിക്കൽ ദൈവമക്കൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ ജഡം സംബന്ധിച്ച് ഒരു വംശാവലി യേശു ക്രിസ്തുവിനുണ്ട്. ആ പേര് മത്തായിയുടെ സുവിശേഷം ഒന്ന് വായിച്ചു 1:20. യോസഫിന് കിട്ടിയതാ പറയുന്നത്. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട്. യേശുവിനെ കുറിച്ചാണ് പറഞ്ഞത്. ദാവീദിന്റെ മകനായ യോസഫേ, ആ വാക്കൊന്നും കൂടെ വായിച്ചത് നിർത്തി മോളെ. ദാവീദിന്റെ മകനായ യോസഫേ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ദാവീദിന്റെ വംശാവലി ഉറപ്പിച്ചു തരിക, ദാവീദിന്റെ പരമ്പര ഉറപ്പിച്ചു തരികയാണ്. ദാവീദ് എന്തുകൊണ്ടാണ് യേശുവിനെ ഇശായിയുടെ മകനെന്നോ മറ്റൊന്നും പറയാത്തത്? ഒന്ന് നിർത്തിയിട്ട് ഒന്ന് പോയിട്ട് വേണം. ദാവീദിന് ശേഷം പലരുണ്ട്. ദാവീദിന് അബ്രഹാമിന്റെ മകൻ എന്ന് പറഞ്ഞില്ലല്ലോ, ഇസ്ഹാക്കിന്റെ മകനാണ് യേശു എന്ന് പറഞ്ഞില്ലല്ലോ. എന്തേ ദാവീദിന്റെ മകൻ എന്ന് പറയാൻ കാരണം? ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? ചിന്തിക്കണം ദൈവമക്കളെ. നമ്മൾ ഇതിലേക്ക് അന്വേഷിക്കണം. അപ്പോഴേ നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സമയം ചെലവഴിക്കണം, വചനമായിട്ട് സമയം ചെലവഴിക്കണം. എങ്കിലേ പുതിയതും നൂതനമായതും. ഞാൻ അവസാനത്തില് ഗിരിപ്രഭാഷണത്തെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഇന്ന് അങ്ങനെ ഒരു ഭാഗം വരുന്നതുകൊണ്ട് ഞാനിപ്പം പോവുക. കാര്യങ്ങൾ മനസ്സിലായോ? ദാവീദ് എന്ന് പറയുന്ന ദൈവ മനുഷ്യൻ ഒരിക്കൽ താൻ ദേവദാരു കൊണ്ട് ദൈവം അവന് കൊടുത്തൊരു വീടാണ്. ദാവീദ് പറഞ്ഞ ദാവീദിന്റെ കൊട്ടാരം ദാവീദ് പണിതതാണോ? അല്ല. അറിയാലോ നിങ്ങൾക്ക് അല്ലേ? അറിയില്ലേ? ദാവീദിന് കൊട്ടാരം ദൈവം പണിതതാണ്. ഹീരാം എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ദേവദാരും ആശേരിമാരൊക്കെ വന്ന് ദാവീദിന് ഒരു കൊട്ടാരം കണ്ടു. അവൻ അന്യയാലിക്കാനെ കൊണ്ട് തന്റെ സുഹൃത്തായ ദാവീദിന്റെ ജീവിതം സൗകര്യമുള്ളതാക്കി തീർക്കുന്നുള്ള കാര്യം അത്രേ ഉള്ളൂ. അങ്ങനെ ദേവദാരു കൊണ്ടുള്ള കൊട്ടാരത്തിൽ ജീവിക്കുമ്പോൾ ദാവീദ് പുറത്തേക്കൊന്ന് ഒരു ദിവസം അവൻ ജനലിലൂടെ നോക്കി. അപ്പൊ കണ്ടു യഹോവയുടെ സർവലോകത്തിന് നാഥനായ ദൈവത്തിന്റെ പെട്ടകം മഞ്ഞും മഴയും കൊണ്ടൊരു കറുത്ത തുണി കൊണ്ട് പൊതിഞ്ഞുകൊണ്ട് പുറത്ത് കിടക്കുന്നു. മുന്നമേന്തി ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കുക. അവന്റെ അകത്ത് ദൈവഭക്തി അവന് തോന്നി. അവൻ എന്റെ ദൈവത്തിന്റെ ആലയം ജീവിതം ഇതുപോലെ കറുത്ത തുണി കൊണ്ട് മൂടി അവിടെ കിടക്കുമ്പോൾ ഞാൻ എന്റെ പട്ടണത്തിൽ വിശ്രമിക്കുന്നത് യോഗ്യമല്ല. ഇറങ്ങിക്കിടന്നുകൊണ്ട് പറഞ്ഞു, എന്റെ ദൈവത്തിന്റെ ആലയം പണിയുന്നത് വരെ ഞാൻ നിനക്ക് മേൽത്തമേൽ വിശ്രമിക്കുകയും. ഉടനെ തന്നെ ഉപദേശിനെ വിളിച്ചു. ഉപദേശി വന്നു. നാഥാ പറഞ്ഞു, ദൈവത്തിന് എനിക്കൊരു ആഗ്രഹമുണ്ട് പാസ്റ്റേ. ചോദിച്ചു, എന്താ പാസ്റ്റേ? അമ്മേൻ രാജാവേ, അങ്ങനെ ആഗ്രഹം ഒരു ഹോൾ പണിയണം, ദൈവത്തിന്റെ ആലയം പണിയണം. ദാവീദ് പറഞ്ഞു, ഇപ്പൊ ഞങ്ങള് പാസ്റ്റർമാരല്ലോ, ഒരാൾ പറഞ്ഞ അപ്പൊ പണിയെന്നോളം പറയും. നാഥാനോ തന്നെ പറഞ്ഞു പണ്ടോ. ശരാത്രി ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നാഥാനെ നീ നാളെ നേരം വെളുക്കുമ്പോ ദാവീദിന്റെ അടുക്കൽ പോകണം. അവിടെ ചെന്നിട്ട് പറയണം, ദാവീദേ നിന്റെ ആഗ്രഹം നല്ലത്, നിന്റെ ആഗ്രഹം നല്ലത്, പക്ഷേ ആരും നീ പണിയാൻ കാര്യമില്ല, നീ പണിയണ്ട, നിന്റെ കയ്യിൽ രക്തപാതകമുണ്ട്. ഞാൻ എനിക്കൊരു മകനെ തരാം, അവനൊരു സമാധാന പുരുഷനായിരിക്കും. ഞാൻ അവന്റെ ചുറ്റുമുള്ള ശത്രുക്കളെ അവന് കീഴ്പ്പെടുത്തും. അവൻ എന്റെ ആലയം പണിയും. അതുകൊണ്ടാണ് ബത്ശേബയിൽ ജനിച്ച ആദ്യം മരിച്ച രണ്ടാമത് ജനിച്ച കുഞ്ഞിനെ ദൈവത്തിന്റെ ആത്മാവിൽ ശലോമോൻ
ആമേൻ സമാധാനമുള്ള മകൻ എന്ന പേരിട്ട് വിളിച്ചത് അതിന്റെ പേരില്ല. കേട്ടുവോ? അപ്പോൾ ഈ ആഗ്രഹങ്ങൾ അവൻ വെളിപ്പെടുത്തി ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവം അവന്റെ ഉള്ളം അറിഞ്ഞു. 2 രാജാക്കന്മാരുടെ പുസ്തകം അതിന്റെ 7-ാം അധ്യായം നിർത്തി. അതിൽ ഈ വാക്കുണ്ട്. കാരണം സന്ദർഭോചിതമായിട്ട് ദൈവത്തെ ഒന്നാമത് കാണുന്ന, ദൈവത്തെ ഒന്നാമത് സ്ഥാപിക്കുന്ന വ്യക്തികൾക്കുള്ള ദൈവിക നന്മകളെ അവിടെ കാണാൻ കഴിയും. അതിന്റെ 7-ാമത്തെ അധ്യായത്തിൽ ഞാൻ ആ മൊത്തം വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു പഠിച്ചോളണം. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ഞാൻ നമുക്ക് ആവശ്യമാകുന്ന ഭാഗം മാത്രം പറയാം. 8-ാം വാക്യം 7-8 മുതൽ. ഞാൻ തെറ്റിയാ പറഞ്ഞത്. 2 ശമൂവേൽ 7. ഞാൻ തെറ്റി രാജാക്കന്മാർ പറഞ്ഞു. സോറി മോളെ. 2 രാജാക്കന്മാർ 7:22. 8-ാം വാക്യം. ആകയാൽ നീ എന്റെ ദാസനായ ദാവീദിനോട് പറയേണ്ടതെന്തെന്നാൽ, സൈന്യങ്ങളെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്റെ ജനമായ ഇസ്രായേലിൽ പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ പുൽപ്പുറത്ത് നിന്ന് ആടുകളെ നോക്കി. 10-ാം വാക്യം മുതൽ വായിച്ചു. ഞാൻ എന്റെ ജനമായ ഇസ്രായേലിനെ ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കുകയും അവർ സ്വന്തം സ്ഥലത്ത് പാർത്ത് അവിടെ നിന്ന് ഇളകാതിരിക്കത്തക്കവണ്ണം അവരെ നടുകയും ചെയ്യും. ഞാൻ വേഗത്തിൽ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാ അതിന്റെ 11-ാം വാക്യം ഞാൻ ഉദ്ദേശിച്ച വാക്യം 11. ഞാൻ എന്റെ സകല ശത്രുക്കളെ. നിങ്ങൾ ശ്രദ്ധിക്കട്ടെ, ദൈവത്തിന്റെ ആലയത്തെ കുറിച്ച് ഉള്ളിൽ ചിന്ത തോന്നുകയും അത് പണിയുവാൻ ആഗ്രഹത്തെ പ്രകടിപ്പിക്കുകയും ചെയ്ത ദാവീദിനോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഞാൻ സകല ശത്രുക്കളെയും അടക്കി. ഞാൻ നിന്റെ സകല ശത്രുക്കളെയും. ആ വാക്ക് മനസ്സിലായോ? അടക്കി. ആരടക്കി? ദാവീദിന്റെ ശത്രുക്കൾ ആരടക്കി? ദൈവം അടക്കും. നീ ദൈവത്തിന് മുന്നിൽ വെച്ചാൽ, നീ ദൈവത്തിന് 1-ാം സ്ഥാനം നിന്റെ ജീവിതത്തിൽ കൊടുത്താൽ, ദൈവം നിന്റെ പ്രതിസന്ധികൾക്ക് ഒരു അടക്കം വരുത്തും, ഒരു തീർപ്പുണ്ടാകും. വേഗം വായിച്ചു. ഞാൻ നിനക്ക് സ്വസ്ഥത തരും. പലപ്പോഴും ഞങ്ങൾ ഉപദേശിമാര് പലയിടത്തൊക്കെ ചെല്ലി വീടുകൾക്ക് സംസാരിക്കുമ്പോൾ പ്രതിസന്ധികളെ കുറിച്ചല്ല, ഇനി ആരെങ്കിലും നിങ്ങൾ ഈ പറയുന്ന കാറ്റഗറി വരുന്നുണ്ടെങ്കിൽ നന്നായി ജീവിച്ചു. പലയിടത്തൊക്കെ ചെല്ലുമ്പോ പറയും, അവരൊക്കെ കണ്ട സഭയിൽ കൈ അടിച്ച് എന്താ പറയുന്ന റബ്ബർ ബന്ധ പോലെ ആരാധിക്കുന്ന ആൾക്കാരാ എന്ന് നമ്മുടെ ഭാഷ പറഞ്ഞ ആരാണല്ലോ നമ്മുടെ പലരും ധാരണ. കൈയടിച്ചേക്ക് ഉയരത്തില് ചാടിപ്പോക്കുന്നതൊക്കെയാണ് അതിനെ തെറ്റിദ്ധാരണ. അങ്ങനെയുള്ള ആളുകൾ വീട്ടിലേക്ക് ചെല്ലുമ്പോ പറയാ, ആർത്തിക്കൽ ഒറ്റ ഭാഷ ഒരു സ്വസ്ഥതയില്ല. എന്തില്ല? ഇതാണില്ല. വല്ലോടത്തുനിന്ന് കിട്ടുമോ? കടയിൽ നിന്ന് കിട്ടണമെങ്കിൽ വാക്കുകൾ ഉണ്ടായിരുന്നു. അത് കിട്ടുമോ? സ്വസ്ഥത തരുന്നത് സ്വസ്ഥത തരുന്ന ആരാണ്? എന്നാൽ ഒരു കൂട്ടരോട് ദൈവം സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞു മരുഭൂമി തള്ളിയിട്ടാണ്. അനുസരണക്കേട് കാണിച്ചത്. നിന്റെ ജീവിതത്തിൽ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചാൽ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കെ അവിടേക്ക് പ്രവേശിക്കാതെ ദൈവം നിന്നെ പുറത്തിടും. മരുഭൂമിയിൽ അവരുടെ ശവം വീണുപോയി എന്ന് ഓർക്കാതിരിക്കരുത്, മറന്നുപോകരുതെന്ന് ഓർപ്പിക്കരുത്. ഇതുകൊണ്ടാണ്. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഞാൻ എനിക്ക് സ്വസ്ഥത തരൂ. ഇനി അത്രയുമല്ല ഞാൻ എനിക്ക് ഒരു ഗ്രഹം പണിയും എന്ന് പറഞ്ഞപ്പോ ദാവീദിന് നല്ലൊരു കൊട്ടാരമില്ലേ? ഓൾറെഡി ഈ ദൂതകം കിട്ടുന്ന എവിടെ വെച്ചാ? കൊട്ടാരത്തിലാ. കൊട്ടാരത്തിൽ വെച്ചാ. അപ്പൊ ഇനി ഗ്രഹം പണി എന്ന് പറഞ്ഞപ്പോ ഏത് ഇഞ്ഞു പണിയില്ല. ഇതിന് നീരൊക്കെ നമ്മളാണെങ്കിൽ പറയും ഒരു സ്റ്റോറി കൂടെ ഉണ്ടാക്കാൻ, ഇതിന് ഇതൊരു തത്വം കൂടെ എന്താ പറയാ, ഒരു നില കൂടെ പണിയാനാവും കർത്താവ് ഉദ്ദേശിച്ചത്. നമ്മുടെ ചിന്ത അങ്ങനെയൊക്കെയാണല്ലോ. ഇവിടെ കിടന്ന് കറങ്ങുന്നതാണല്ലോ നമ്മുടെ ചിന്ത. ഇവിടെ പറഞ്ഞ ഗ്രഹമാണ് രാജാക്കന്മാരുടെ പുസ്തകം 1-2 രാജാക്കന്മാർ, ദിനവൃത്താന്തം 1-2 പുസ്തകങ്ങളിലും അതുപോലെ തന്നെ പ്രവചന പുസ്തകങ്ങളിലും കാണുവാനായിട്ട് കഴിയുന്ന ഗ്രഹം ദാവീദിന്റെ ഗ്രഹം. അന്നു മുതൽ യഹൂദന്മാർക്ക് വംശാവലി പ്രകാരം വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആള് അബ്രഹാം പിതാവിന്റെ അബ്രഹാം പിതാവായിട്ടുള്ളതാണ് പറഞ്ഞത്. എന്നാൽ അബ്രഹാം പിതാവായ വംശാവലിയിൽ നിന്ന് സർവശക്തനാകുന്ന ദൈവം ദാവീദിനെ ഒന്നങ്ങ് പ്രൊജക്ട് ചെയ്ത് എഴുന്നേൽപ്പിച്ച് നിന്നുകൊണ്ട് പറഞ്ഞു, മോനെ, ഇവിടെ നിന്ന് അങ്ങോട്ട് അറിയപ്പെടുന്നവ ദാവീദിന്റെ മക്കളെന്നറിയപ്പെടും. ആഗ്രഹം മനസ്സിലായതേ മക്കളെ? ഹല്ലേലൂയ. നിങ്ങളെയും ദൈവം ഗ്രഹമാക്കി മാറ്റാൻ പറ്റും. ഗ്രഹം പറഞ്ഞ നിങ്ങൾക്കും അറിയപ്പെടും. ഹല്ലേലൂയ.
ആമേ കുറച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റണം, ആമേ ഇന്നയാളുടെ പാരമ്പര്യം, ഇന്നയാളുടെ പാരമ്പര്യം. ഇന്ന് ഞാൻ പറയട്ടെ, ദാവീദിന് ദൈവഗ്രഹം പറഞ്ഞു. അന്ന് മുതൽ അവൻ തന്റെ പിതാവായ ദാവീദിനെ പോലെ എത്ര ദാവീദ് മരിച്ചിട്ട് എത്രയോ കൊല്ലങ്ങൾ നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും വരുന്ന രാജാക്കന്മാരെ കുറിച്ച് പറഞ്ഞു, അവന്റെ പിതാവായ ദാവീദിനെ പോലെ അവന്റെ ഹൃദയം ദൈവസലേഖാഗ്രഹമാകുന്നില്ല. അവന്റെ പിതാവായ ദാവീദിനെ പോലെ അവന്റെ ദൈവം ഹൃദയ ഏകാഗ്രതയോടെ അവൻ ദൈവത്തെ സേവിച്ചു. അവിടെ എല്ലാം എടുത്തു വന്നൊരു പേര് യേശു. അത് പറഞ്ഞു ദാവീദിന്റെ ഗർത്യമായി വിളിച്ചു പറഞ്ഞത് എന്താ? അക്ഷരാഭ്യാസം ഇല്ലെന്ന് താൻ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ കണ്ണ് കാണാത്തതായ ഒക്കേഷൻ വരുന്നതിന് മുമ്പേ എവിടെയോ ന്യായപ്രമാണം കേട്ടോ കണ്ടോ വായിച്ചു അറിഞ്ഞ ഗർത്യമായി തെരുവിന്റെ പിച്ചക്കാരൻ യേശുവിനെ വിളിച്ചത് യേശുവേ ദാവീദിന്റെ പുത്ര, മഹോന ദൈവത്തിന്റെ പുത്ര ദാവീദേ. കുട്ടികൾ ഓശന്ന ദിവസം പാടിയത് എന്താ? ദൈവമക്കൾക്ക് മനസ്സിലായി. അപ്പൊ ജഗൻ സംബന്ധിച്ചിട്ട് യേശുവിന് എന്തുണ്ട്? ഒരു വംശാവലി ഉണ്ട്. അപ്പോൾ ആ വംശാവലിയിൽ വരുമ്പോൾ യേശുവിന് കൊടുത്ത പേരാണ് ഇത്. എന്തെന്ന് വിളിക്കുന്ന പറഞ്ഞേ? ജഗൻ സംബന്ധിച്ച് വരുമ്പോൾ യേശുവിന് കൊടുത്ത പേര് ആ ബാക്കി തന്നെയുണ്ട്. മത്തായി വായിച്ചോ വീണ്ടും 1:20 അല്ല. ഇവിടെ എന്റെ അവസാനം ഭാഗത്തേക്ക് പോകും. ഇങ്ങനെ ചിരിച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതനോട് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസേഫേ, നിന്റെ ഭാര്യ മറിയെ ചേർത്തോളാൻ ശങ്കിക്കേണ്ട, അവരെ ഉത്പാദിതമായതും പരിശുദ്ധമാരാകുന്നു. അവളൊരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നത് കൊണ്ട് നീ അവൻ യേശുവിനെ പരിഗണണം. അപ്പൊ യേശുവിന്റെ ജനത്തിലുള്ള പേരെന്താ? യേശു. അപ്പൊ ഈ ഭൂമിയിൽ വന്നപ്പോൾ ആളുകൾക്ക് അവൻ വിളിക്കാൻ, നമ്മുടെ കർത്താവിനെ വിളിക്കുവാൻ ദൈവം കൽപ്പിച്ചു കൊടുത്ത പേരിട്ട പേരാണ് യേശു. അത് ദാവീദിന്റെ സന്തതിയിൽ ജനിച്ച് ആ വംശാവലിയിൽ എണ്ണപ്പെട്ട അവൻ ക്രമപ്രകാരം വരുമ്പോൾ യേശു രക്ഷകൻ എന്നാണ് അതിന്റെ അർത്ഥം. യേശുവിനെ രക്ഷകൻ എന്ന പേര് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. ദൈവമക്കൾക്ക് മനസ്സിലാകും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ജനം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയില്ല. എന്നാൽ യേശു ആ വാക്കിൽ ഒതുങ്ങുന്നുണ്ടോ? യേശു ആ വാക്കിൽ ഒതുങ്ങുന്നില്ല. അപ്പോസ്തല പ്രവൃത്തി 2:36 വായിച്ചു വേഗം. അതുകൂടെ വായിച്ച് നമ്മുടെ സമയം കഴിഞ്ഞല്ലോ, വേഗം അവസാനിപ്പിക്കുക. അപ്പോസ്തല പ്രവൃത്തി 2:36. പൗത്രോസ് പറയണേ, ആകിയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ, അവർക്കറിയുന്നത് യേശുവിനെ, നിങ്ങൾ ക്രൂശിച്ച പുരോഹിതന്മാരും ശാസ്ത്രിമാരും ആമേൻ റോമൻ സൈന്യവുമായുള്ളവരെ കേട്ടോ, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവാക്കി വെച്ചു. അപ്പൊ ഇപ്പൊ യേശു ആരാണ്? കർത്താവും ക്രിസ്തുവാണ്. റോമാലേഖനത്തിൽ പൗലോസിന് ഇഷ്ടപ്പെട്ട പദമാണ് യേശു ക്രിസ്തു. റോമാലേഖനത്തിൽ തന്നെ 10 പ്രാവശ്യം ഈ വാക്ക് ആവർത്തിക്കുന്നുണ്ട്, യേശു ക്രിസ്തു എന്ന പദം. ഇന്ന് വരെ നിയമത്തിൽ മനസ്സിലാക്കുക, ജഡത്തിൽ ജനിച്ചപ്പോൾ അവൻ യേശു എന്ന് പേരിടാൻ പറഞ്ഞു. അവനെ കർത്താവ് ക്രിസ്തുവാക്കി ദൈവം ഉയർത്തിയിട്ടും പെന്തക്കോസ്തുകാർ വിടില്ല. അവിടെ ഇരുന്നോളണം യേശുവായിട്ടെന്ന് പറയാം. ഇന്ന് പ്രാർത്ഥിച്ചപ്പോഴും പ്രാർത്ഥിച്ചില്ലേ യേശു? യേശു ക്രിസ്തു ഒരു വാക്കും കൂടെ കൂട്ടി ചേർക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നാമങ്ങൾക്ക് അർത്ഥമുണ്ട് കേട്ടോ, നാമങ്ങൾക്ക് അർത്ഥമുണ്ട്. നിനക്ക് ഇഷ്ടപ്പെട്ട വാക്ക് വിളിക്കാനല്ല യേശു. യേശു ദൈവാദി ദൈവമാണ്. യേശു ഇന്ന് ക്രിസ്തുവാണ്. പിതാവായ ദൈവം തന്റെ പൂർണ്ണമായ അനുസരണത്തിലൂടെ, തന്നെ ക്രൂശുമരണത്തിലൂടെ തന്നെ സമർപ്പിച്ചു കൊടുത്തതുകൊണ്ട് അവനെ കർത്താവും ക്രിസ്തുവുമാക്കി. ആമേൻ. അഭിഷിക്തനാകുന്ന മിശിഹ. അതിനെ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. മിശിഹ യഹൂദന്മാർ നൂറ്റാണ്ടുകളായി കാത്തിരുന്ന മിശിഹ, ദാവീദിൽ നിന്ന് ഈശായിൽ നിൽക്കുന്ന ഒരു മുള. അവൻ ദൈവത്തിന്റെ പൈതലെ യേശു ക്രിസ്തു, യേശുവിനെ ക്രിസ്തുവാക്കി ഉയർത്തിയിട്ട് പിതാവായ ദൈവം
അവനെ ക്രിസ്തുവായിട്ട് ഉയർത്തിയിട്ടും ആമേൻ പ്രൈസ് ദി ലോർഡ് ഇന്നും യേശുവിന്റെ വലിയ വലിയ ആളുകൾ പോലും പ്രാർത്ഥിക്കുക യേശു എന്ന പേരില്ല. ഹല്ലേലൂയ. ദൈവജനത്തോട് ഞാൻ പലപ്പോഴും ഈ സഭയിൽ പറഞ്ഞ് ആവർത്തിച്ച് പറഞ്ഞതാ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിലേ പ്രാർത്ഥിക്കാവൂ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വേണം ദൈവസഭ പ്രാർത്ഥിക്കാൻ. യേശു യേശു എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ പെന്തക്കോസ്തുകാരുടെ ഉപവാസ പ്രാർത്ഥന കേൾക്കുന്ന ഒരു വലിയൊരു പദപ്രയോഗമുണ്ട്. ഞാനും പെന്തക്കോസ്തുകാരാ, നിങ്ങളും പെന്തക്കോസ്തുകാരാ, എങ്കിലും നമ്മുടെ എല്ലാ വാക്ക കേൾക്കാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പൊതുവെ പെന്തക്കോസ്തുകാരെന്ന സഭയിൽ നമ്മൾ കാണൽ ഉപവാസ പ്രാർത്ഥന ട്രെൻഡ് ഏറ്റവും കൂടുതലുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ പറയുന്നത് ഏറ്റവും കൂടുതൽ ഒരു വാക്ക്, പലരും അറിവില്ലാതെ കൊണ്ട് പറയുന്ന വാക്ക് രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം ചെയ്യും. കേട്ടിട്ടില്ല നിങ്ങൾ? അതൊരു ഫ്രേസ്, ഒരു മന്ത്രം പോലെയാ പറയുന്നത്. വാശിയില പറഞ്ഞു രക്തം ചെയ്യും, രക്തം ചെയ്യും. ആരോടെ പറയും? മുദ്രാവാക്യം വിളിച്ച പ്രൈസ് ഹല്ലേലൂയ. ഇന്നലെ ഞാൻ ന്യൂസിലൊരു വാർത്ത കണ്ടു. ഒരു കൂട്ടര് റോഡിൽ തടഞ്ഞിട്ടുണ്ട്, സമരം ചെയ്യുന്നു, മറ്റൊരു അപ്പുറത്തിരുന്നിട്ട് വെല്ലുവിളിക്കുന്നു. അപ്പൊ രണ്ടു കൂട്ടരും മുദ്രാവാക്യം വിളിക്കുക. അപ്പൊ ഈ കൂട്ടരുടെ ആവശ്യം അവര് പറയുന്നേക്കാൾ ഉയരത്തിൽ ഞങ്ങളുടെ മുദ്രാവാക്യം കേൾക്കണം. അവര് ഇതിനെ ചിന്തിക്കുന്നത്. ഇതുപോലെ അവൻ ഉപവാസത്തിലിരിക്കുമ്പോൾ നമ്മുടെ പെന്തക്കോസ്തുകാരെ ആയ ആളുകൾക്ക് ഒരു പ്രത്യേക ഫ്രേസ് ഉണ്ട്, രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം ചെയ്യും. പിശാച് പോവോ? അവർക്ക് വരികയുള്ളൂ. പിശാച് പോകുന്ന തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ വിചാരിച്ചെങ്കിൽ രക്തം ചെയ്യുന്ന പറഞ്ഞ പിശാചിട്ട് ഓടുന്ന വിചാരിച്ച കൺഫ്യൂഷൻ ആയോ നിങ്ങൾക്ക്? ദേവമക്കളെ, അന്യ ദേവന്മാരുടെ നാമം വായിലെടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയും, എന്നെ കൊണ്ട് ഞാൻ കഴിയുന്നിടത്തോളം അല്ലാതെ നിങ്ങൾക്ക് സമർപ്പിക്കാം. നമ്മുടെ ഇവിടെ ഒരു അമ്പലം ഉണ്ടല്ലോ, അവിടുത്തെ മെയിൻ കാച്ച് ഹൗസ് എന്താണ്? ഈ റോഡാണ് കയറി ചെല്ലുന്നത്. അല്ല, നമ്മുടെ വില്ലേജ് ഹൗസിനെ നേരെ പോയാൽ അവിടെ എന്തിനാ അറക്കണേ? എന്തിനാ കോഴിലാക്കണേ? ചോര വല്ലൊക്കെ എതിർപ്പുണ്ടാ? ചോര എതിർപ്പുണ്ടാ? എന്ന് പറ. നിങ്ങൾ രക്തം ചെയ്ത് രക്തം ചെയ്യുന്ന പറഞ്ഞ അവരതിനെ പറഞ്ഞു, അവരതിനെ പറയണേ. എന്നാൽ അവര് പറയുന്ന രക്തത്തിലും നാം ആശ്രയിക്കുന്ന യേശുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത എന്താ? ദൈവജനം പറയുമ്പോൾ അവൻ അപൂർണമായി രക്തം ചെയ്യുമെന്നല്ല, യേശുവിന്റെ രക്തത്താൽ ജയം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അവൻ യേശുവിന്റെ രക്തത്താലാണ് നാം ജയപ്പെടുത്തുന്നത്. കാരണം പാപം കൂടാത്തവൻ, പാപത്താൽ മലിനപ്പെടാത്ത, പാപത്താൽ അശുദ്ധി വരാത്തതായ അവൻ നമ്മുടെ യേശുവിന്റെ പുണ്യാഹ രക്തത്തിലാണ് നമ്മുടെ ആശ്രയം. ഒരു രക്തത്തിലല്ല, ഒരു രക്തത്തിലല്ല. ഇന്ന് പകലത് തിരിച്ചറിയണം. അതായത് നമ്മൾ രക്തം ചെയ്യുന്നു വിചാരിച്ച അവര് വന്നു പോയി ഇപ്പൊ കിട്ടും, ഇപ്പൊ കിട്ടും, ഇപ്പൊ കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ പറയും പോ പോ പോ. അവര് പോവും, അവരൊന്നും കിട്ടിയിട്ട് പിന്നെ പോകണം. ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായോ? നാമങ്ങൾ ഉച്ചരിക്കുന്നതിന്, വാക്കുകൾ ഉച്ചരിക്കുന്നതിന് അർത്ഥമുണ്ട്. നാമത്തിൽ ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. നാമത്തിൽ ശക്തിയുണ്ടോ? പൗത്രോസിനെ പിടിച്ച് അവര് കാരാഗ്രഹം വിസ്തരിച്ച് അവരെ പുറത്തു വിട്ടു. അവര് കർത്താവിന്റെ എല്ലാ സഭയിൽ എല്ലാവരും ഒരുമിച്ച് കൂടി. അന്ന് പറഞ്ഞതെന്നറിയോ? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നുവല്ലോ, അതുകൊണ്ടാണ് ഞങ്ങളെ പിടിച്ചു കൂട്ടിയത്. മനസ്സിലായോ? നാമത്തിൽ വിജയമുണ്ട്. യേശുവിന്റെ നാമത്തിന് പ്രത്യേകതയുണ്ട്. യേശുവിന്റെ രക്തത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തണമെന്നാണ് വചനം അറിഞ്ഞുകൊണ്ട്, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ജയം പ്രാപിക്കുന്നവരായ ദൈവമക്കൾ യേശുവിനെ ആമേൻ കർത്താവും ക്രിസ്തുവായി ഉയർത്തിയപ്പോഴും ആമേൻ നമ്മൾ പലരും യേശുവിനെ താഴ്ത്തിക്കൊണ്ട് പറയുകയാണ്, നീ മനുഷ്യനെ മതി, നീ മനുഷ്യത്വത്തെ കാണാൻ പറ്റും നമ്മൾ പറയുന്നത്. തിരുത്തണം ദൈവമക്കളെ. ഇന്ന് ഞാൻ പ്രാർത്ഥിച്ച എന്തെങ്കിലും കേട്ടത് അങ്ങനെയാ, ആവർത്തിക്കല്ലേ. പലപ്പോഴും ഈ വാക്കിനെ എടുത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് യേശുവിന്റെ നാമത്തിലല്ല, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വേണം ദൈവജനം പ്രാർത്ഥിക്കാൻ. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഒരു ചോദ്യം വരാം, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച തെറ്റുണ്ടോ? ദൈവം കേൾക്കില്ലേ? അതെനിക്കറിയില്ല. ദൈവം കേൾക്കില്ലെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് എന്തറിയില്ല ഉത്തരം. അത് തമ്പരാനോട് പോയി ചോദിക്കാൻ നല്ലത്. കേൾക്കില്ലേ? ഞാൻ ഈ പേര് പറഞ്ഞാൽ കേൾക്കില്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ആമേൻ
അവന്റെ മഹത്വം കണ്ട് അവൻ താൻ ആരാണെന്നറിഞ്ഞു, യേശു ക്രിസ്തു ആരാണെന്നറിഞ്ഞു അവന്റെ മഹത്വത്തിൽ, കൃപയുടെ ബഹുത്വത്തിൽ ചെന്ന് ആലയത്തിൽ ചെന്ന് അവനുള്ള ഭക്തിയോട് ആരാധിക്കണമെങ്കിൽ നിന്റെ ആരാധ്യൻ ആരാണെന്ന് നീ തിരിച്ചറിയണം. അതറിയാത്ത ആരാധന സജീവങ്ങളല്ല, ജീവനുണ്ടാകുകയില്ല. ഇന്ന് ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ പ്രിയ ദൈവമക്കളെ. ജനം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതി, യേശു ക്രിസ്തുവിന്റെ പൂർണ്ണ മനുഷ്യത്വം ആ വാക്യത്തിൽ വെളിപ്പെടുന്നുണ്ട്. അതിന്റെ തുടർന്ന് 2-ാം ഭാഗത്ത് 4-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് യേശു ക്രിസ്തു വിശുദ്ധാത്മാവ് നിമിത്തം ഉയർത്തെഴുന്നേറ്റ നിമിത്തം അവൻ ദൈവപുത്രൻ എന്ന് തെളിയിച്ചു. അത് നമുക്ക് സമയമെടുത്ത് പറയുന്ന കാര്യമാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൊണ്ട് അടുത്ത ഞായറാഴ്ചയിലേക്ക് ധ്യാനിക്കാം ഈ വചനങ്ങൾ. ദൈവം